ചെടി വളർത്തിയതും ഈ ഗാർഡൻ ഉണ്ടാക്കിയതിനും കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ കയ്യിലിരിക്കുന്ന സാധനം. എന്നെ സംബന്ധിച്ചുള്ളതിൽ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള കാര്യം, ഞാൻ ഒരിക്കലും ഇവിടെ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത എനിക്കില്ല. എന്നെ ഇവിടെയുള്ള ഈ ചെടികളെല്ലാം മലയാളത്തിൽ പറഞ്ഞാൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആര് കൂടുതൽ ഇയാളെ കെട്ടിപ്പിടിക്കണമെന്നുള്ള മാതിരിയാണ് അവരുടെ പോക്ക്. ഇവിടെ ഈ ചെടി കാണാൻ വരുന്ന ആളുകൾ ചെടി കാണാൻ വരല്ല, പൊതുവേ ഈ ഞാനായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് തരം ആളുകളാണ്. ഒരു കൂട്ടർ പറയും, അതായത് ഇയാളത്തെ ഒരു തരം മലയാളത്തിൽ പറഞ്ഞ വട്ടാണ്, കാരണം വെച്ചാൽ കിട്ടുന്ന കാശും കൂടെ ചുമ്മാ ഇതിനെടുത്തിട്ട് വല്ല കാര്യമുണ്ടോന്ന്. വേറൊരു കൂട്ടർ പറയും, കാശ് മുടക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് മുടക്കണം, ഇത് ഇത്രയും നല്ല ഇതൊരു വേറെ എന്തോ ഉള്ളത് താങ്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ ആര് പറയണതും മൈൻഡ് ചെയ്യാറില്ല. ചിലർ പറയും ഇവിടെ വന്നൊരു അരമണിക്കൂർ ഇരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടണത് എന്ന് പറയും. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു മാനസികമായിട്ട് സന്തോഷമുണ്ടെന്ന് മാത്രം. മൃഗങ്ങളെ വെച്ചിട്ടും പക്ഷികളെ വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. വ്യത്യസ്തത വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാ സ്ഥലത്തുള്ള മാതിരി ആവരുത്, അതിനൊരു ചെറിയ ചേഞ്ച് വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ വക പ്രക്രിയകൾ ചെയ്തേക്കണത്. മതിലിന് പുറത്ത് ചെടി വയ്ക്കാൻ ധൈര്യം ഉണ്ടായ ഒരു ഏക വ്യക്തി ഞാനാണ്. അങ്ങനെ ഒരു ആൾക്ക് ധൈര്യം വന്നിട്ടില്ല. ധൈര്യം എന്നല്ല, ഇത് പലരും എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യണേ. കാരണം എന്താ, ചെടിയോട് താല്പര്യങ്ങൾ മാത്രമല്ല എടുക്കുള്ളൂ, അവർ കൊണ്ടുപോയിക്കോട്ടെ. അവരിന്ന് പറഞ്ഞാൽ എടുത്താൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യും. രാവിലെ 7 മണി മുതൽ ഈ ചെടിയായിട്ടുള്ള ബന്ധം, ചെടിയെ ശുശ്രൂഷിച്ചും പരിചരിച്ചും പോണതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു 18 വയസ്സിൻ്റെ പോളിഷിൽ നടക്കുന്നത്. നീഹാരം കോളേജ് റോഡ് എൽത്തുരുത്ത്, അതാണ് ഇവിടുത്തെ എൻ്റെ ലാൻഡ്മാർക്ക്. നമ്മുടെ കണ്ണനാണത്. രാവിലെ ആദ്യമായിട്ട് കണി കാണുന്ന ഇവനെയാണ്. ശാന്തനാണ്, ഒരു കുഴപ്പമുണ്ടാക്കാത്തവനാണ്. എൻ്റെ പേര് രാമകൃഷ്ണൻ എന്ന് പറയും. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ RMS എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. അതിൽ കേരളത്തിൽ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഇപ്പം ഞാൻ ഇവിടെ ഈ വീട്ടിൽ താമസമായിട്ട് നിയർലി ഒരു 40 years ബാക്ക്. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ വൈഫ് ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഹെഡ്മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പം അവരില്ല. ഇപ്പം ഇവിടെ ഞാനും എൻ്റെ ചെടികളായിട്ടാണ് കഴിഞ്ഞു കൂടുന്നത്. ഒരു മോള് എൻ്റെ ബോംബെയിലാണ്. ഹസ്ബൻഡും അവനും കൂടി ബോംബെയിൽ ബാങ്കിൽ വർക്ക് ചെയ്യണം. മറ്റേ മോള് ഇവിടെ അടുത്ത് തന്നെ ഒരു ഗുരുകുലം പബ്ലിക് സ്കൂൾ എന്ന് പറയും, അവിടെ ടീച്ചറാണ്. ചില ആളുകൾ ഇവിടെ വരുന്നവരെന്നെ പറയാം, നമ്മൾ റിട്ടയർ ചെയ്തു, ഇനി യാതൊരു രക്ഷയില്ല, വെറുതെ രാവിലെ മുതൽ നമുക്ക് സമയം എന്ത് ചെയ്യുന്നില്ലാതെ കിടന്നുറങ്ങലാണ് എൻ്റെ മെയിൻ ജോലി. അല്ല, വേറെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്നാണ് എന്നോട് ചോദിക്കണം. ഞാൻ അവരോട് പറയാണ്ട്, കിടന്നുറങ്ങല്ല, നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ രണ്ടാമതൊരു ലൈഫ് തുടങ്ങാൻ പോണത്. റിട്ടയർമെൻറ്റ് ലൈഫ് ഒരു തരം, അതായത് ജോലി ചെയ്യണ ലൈഫ് വേറെ തരമാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല, ജോലിയിൽ നിന്ന് മാത്രമേ താങ്കൾ റിട്ടയർ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ രണ്ടാമതൊരു ലൈഫ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ചെടികളോ അങ്ങനെ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് അതുപോലെ ശാരീരികമായിട്ടൊക്കെ ഒരുപാട് എനർജി കിട്ടും. അത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിന് പിന്മാറില്ല. അതായത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് പോയിട്ട് ചെടി വിടർന്ന് പൂവുണ്ടായി നിൽക്കുമ്പോൾ ആ ഒരു മാനസിക അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവേ ഇപ്പോൾ ഇത് റോഡ് സൈഡിലാണല്ലോ ഈ വീട് ഇരിക്കണത്. അപ്പോൾ അത് കാരണം ഈ റോഡിൽ പോണവരൊക്കെ ഈ കൊച്ചു പിള്ളേരും വയസ്സായ ആളുകളൊക്കെ പറയും, ഇത് ഒരു ഒട്ടകം നിൽക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു ഒട്ടകം നിൽക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ എൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ വേറെ കുഴപ്പമില്ല, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടോ ഇതൊരു വല്ലാതെ മുതൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു രസമുണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇതിൽ സാധാരണ നഴ്സറികളിലൊക്കെ കാണാത്തൊരു ഫേണാണിത്. ഫ്ലഷി റഫിൾ 2-3 വർഷമായിട്ടുണ്ട്. അതായത് മറ്റു ചെടികളുടെ മാതിരിയല്ല, വളരെ സ്ലോ ആയിട്ടേ വളരുള്ളൂ. ഇവിടെ വരുന്ന ആളുകൾ പൊതുവേ ഇവിടെ ഈ ഗേറ്റ് കിടന്ന് വന്ന ഉടനെ ഓടി ഇങ്ങോട്ടാണ് വരിക. ഇതിനെ വന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ പറയാം, ഇത് പൊതുവെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. അത് പറഞ്ഞാൽ ഒരു റയർ പ്ലാന്റാണ്. സാധാരണ നഴ്സറികളിലൊന്നും ഞാനും ഇത് കണ്ടിട്ടില്ല. ഇതിൻ്റെ പേര് ബൊട്ടാണിക്കൽ ടൈപ്പ് ബേർഡ് നെസ്റ്റ്. ഇത് ഇത് സാധാരണ മറ്റേ റയറൊന്നുമല്ല. പക്ഷേ അത് നമ്മളെങ്ങനെ അതിനെ പ്ലാന്റ് വളർത്തുന്ന സ്ഥലത്തിൻ്റെതനുസരിച്ച് അത് ഇപ്പോൾ ഒരു ബിഗ് വണ്ണായി. ഇവിടെ ഇതിന് സ്ഥലം പോരായ വരികയാണ്, അത്രയും വളരെ ഇതായിട്ടാണ് നിൽക്കണത്. അതും വളരെ മെല്ലെ വളരുന്ന ഒരു ചെടിയാണ്. കാണാൻ ഒരുവിധം നല്ല ഭംഗിയുള്ളതാണത്. അത് ഷെയ്ഡിലും വയ്ക്കാം, വെയിലത്തും വയ്ക്കാം. ഇത് പൊതുവെ കോമൺ അല്ല, അത്ര റയറല്ല, എന്നാലും എല്ലായിടത്തും കാണുകയില്ല. ട്രയാങ്കുലർ ഫൈക്കസ്. ഇത് പെഡലാന്തസ് എന്നാണ് ഇതിൻ്റെ പേര്. പെഡലാന്തസ് എല്ലാ വീടുകളിലും പൊതുവെ ഉണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരുപാട് വളരെ കുറവാണ്. എൻ്റെ ഫ്രണ്ട് ഫാദറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കട്ടിങ്സ് കിട്ടി അവിടുന്ന്. അത് കൊടുന്ന് ഞാനത് മദർ പ്ലാന്റ് ആക്കി. അതിൽ നിന്നാണ് ഇത്രയും കാണുന്ന ഇത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയത്. ഷെയ്ഡിൽ ഇരുന്നിരുന്നൊരു ചെടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടി മാറ്റി വെക്കണ കൂട്ടത്തിൽ അത് ഇവിടെ എടുത്തു വെച്ചു. 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. ആ വെയിൽ നോക്കുമ്പോൾ അതിൻ്റെ കളർ മാറി. ചൈന ഡോൾ എന്നാണ് പറയണത് നഴ്സറിക്കാരൊക്കെ. അതിൽ വേറെ പേര് കാണും. ഇതിനും പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റാണ് അത്ര.
അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറായിട്ട് സിറ്റ് ഔട്ടിലോ എവിടെയൊക്കെ വയ്ക്കാം. മാത്രമല്ല ഇത് ഇഷ്ടംപോലെ ഔട്ട്ഡോറും വയ്ക്കാം. ഈ ഔട്ട്ഡോറും ഇൻഡോറും വയ്ക്കാവുന്ന ഒരു പ്ലാന്റാണ് ചൈന ഡോൾ. ഈ കള്ളിച്ചെടിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കണ്ടത് ഇവിടെ വരെ ഇത് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കൊമ്പും ചില്ലയായിട്ട് വളർന്നു വന്നു. പിന്നെ ഒരൊറ്റ പോക്കാണ് അങ്ങോട്ട്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു അതങ്ങനെ വെട്ടി നിർത്തിയതാണെന്ന്. അപ്പോൾ ഞാൻ പറയാം പ്രകൃതിയുടെ ഒരു കളിയാണെന്ന്. പൊതുവേ എൻ്റെ ഗാർഡൻ കാണാൻ വരുന്നവർക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. എന്താ സാറേ ഇവിടെ പൂക്കൾ കുറവാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയും ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത തവണ നിങ്ങൾ വരുമ്പോഴേക്കും കുറച്ച് പൂക്കൾ സംഘടിപ്പിക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ചെറിയ തോതിൽ കുറച്ച് പൂക്കൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് ഇതിന് ബോട്ടാനിക് എക്സോറ എന്ന് പറയും, അതായത് നമ്മുടെ പണ്ടത്തെ തെറ്റി, അത് കുറച്ച് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ചില സമയത്ത് ഫുള്ള് ഫ്ലവേഴ്സ് ഉണ്ടാവും വളരെ ഭംഗിയായിട്ട്. ഈ കാണുന്ന ക്രോട്ടെന്ന് പറഞ്ഞ ഒരു സാധാരണ ചെടിയാണത്. പക്ഷേ സാധാരണ ചെടി ഒന്നോ രണ്ടോ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അതിനൊരു ഭംഗിയില്ല. നേരെ മറിച്ച് അതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ച് കഴിയുമ്പോൾ അതിന് കാണുമ്പോൾ നമുക്കൊരു ഭംഗി കിട്ടും. ഈ സ്റ്റാൻഡിൽ ഇപ്പം മൊത്തം 65 ചെറിയ ചട്ടി കൊള്ളും. 65 ചട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ 2 തരം സ്റ്റാൻഡുകളാണ്, ഒന്ന് സ്ക്വയർ, ഒന്ന് റൗണ്ട്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം കൂടും. ഇതിൽ ശരിക്കും കൃത്യം 70 ചട്ടിയാണ് ഉണ്ടെങ്കിലാണ് ഇത് ഫില്ലാവുള്ളൂ. നേരെ മറിച്ച് ഈ റൗണ്ടിലാണെങ്കിൽ ഇതിൽ 65 ചട്ടി വെച്ചാൽ ഫില്ലാവും. അപ്പോൾ 65 ചട്ടി പുട്ടിയത് റെഡിയായി മാത്രമാണ് ഇത് ഫില്ലാക്കാൻ പറ്റുള്ളൂ. ഇത് സാധാരണ ഒരു കോമൺ കള്ളിച്ചെടിയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ആ വെക്കണേൻ്റെ ഇതനുസരിച്ച് ആ ചട്ടി ഫുള്ളായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്ലാന്റിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ കോമ്പൗണ്ടിലിരിക്കുന്ന ഒരുപാട് പ്ലാന്റുകളൊക്കെ അല്ലേ, ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒത്തിരി പഴക്കമുള്ളതാണ്. എൻ്റെ ഈ വീട് വെച്ച അത്രയും പഴക്കമുണ്ട് ഈ ചെടിക്ക്. ഏകദേശം ചുരുങ്ങിയ ഒരു 40 കൊല്ലം പഴക്കമുണ്ട്. ഈ പ്ലാന്റുകൾ ഇങ്ങനെ ഇവിടെ ഈ ഗ്രീൻ ഹൗസിൽ വെക്കാൻ കാരണം, ഇപ്പോൾ ഞാൻ അവിടെ ആ ഫ്രണ്ടിൽ ഗ്രീൻ ഹൗസിൽ ഫ്ലഷി റഫിൾ എന്ന് പറയുന്ന ചെടി അവിടെ തൂക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു കൊല്ലം 1.5 കൊല്ലം ആകുമ്പോൾ അതിൻ്റെ ഗ്ലാമറും കുറയും. അപ്പം ഇത് കൊണ്ട് നേരെ ഫ്രഷായിട്ട് അവിടെ തൂക്കും. അതിന് വേണ്ടിയിട്ട് ഇത് എൻ്റെ ഒരു പ്രൊഡക്ഷൻ സെൻ്ററാണത്. ഫ്ലഷി റഫിൾ എന്ന് പറയുന്നത് ഇത്രയും ചെടിയുടെ ഇതാവാൻ കാരണം എൻ്റെ വീട്ടിലെ എനിക്ക് ഫ്രഷായിട്ടുള്ള ചെടിയോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഫ്രഷ്നെസ് ഏത് കുറയണോ അപ്പോൾ പുതിയതായിട്ട് നമ്മളവിടെ കൊണ്ടുവയ്ക്കും. നേരത്തെ കള്ളിച്ചെടികളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് നിയർലി ഒരു 400 വെറൈറ്റി കള്ളിച്ചെടി ഞാൻ പലയിടത്തുനിന്നായിട്ട് സംഘടിപ്പിച്ചിരുന്നു. അതിൽ എൻ്റെ ലൈഫിലൊരു പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ ഒഴിവാക്കേണ്ടി വന്നു. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായ കാര്യമാണ്. അപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ ആലോചിച്ചു, ഈ 400 തരം ഉണ്ടായിരുന്ന ഒരാളല്ല, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കലും കുറച്ച് വേണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 400 തരം ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ ഇപ്പോൾ 4 തരമായി. ആ കാണുന്നതാണ് ഈ 4 തരം. ഇതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് ഞാൻ തന്നെ ചെയ്യണത്. അതായത് രാവിലെ ഇതിൻ്റെ നനയ്ക്കുക, വളടുക, മറ്റു കാര്യങ്ങൾ. അതിൽ 2 കാര്യം. ഒന്നാമത് തന്നെ ലേബേഴ്സിനെ നിർത്താമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പിന്നെ ഇപ്പോൾ ഞാൻ നനയ്ക്കണ മാതിരിയോ ഞാൻ വളരണ മാതിരിയോ വേറൊരാൾ വന്നാൽ ശരിയാവില്ല. അപ്പോൾ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ എനിക്ക് ചാണകപ്പൊടി പൊടിച്ചിടാം, അത് എങ്ങനെയാണ് ചെയ്യാം. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആട്ടുംകാട്ടം എന്ന് പറയും. അതിവിടെ കിട്ടാനുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട്, ഈ ആട്ടുംകാട്ടത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ചാൽ അത് പൊടിച്ചിടണം. പൊടിച്ചിടാതെ നമ്മളൊരു ആട്ടുംകാട്ടം എവിടെയെങ്കിലും ഒരു ചെടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് നോക്കുമ്പോഴും അത് അതേമാതിരി കിടക്കും. അപ്പോൾ ആട്ടുംകാട്ടം വാങ്ങിച്ച് നമ്മളത് നന്നായി പൊടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്വല്പം കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചിടുക, അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആട്ടുംകാട്ടം മാത്രമാണ് എൻ്റെ ഇവിടെയുള്ള എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത്. വേറെ ഒരു വളവും ഞാൻ ഉപയോഗിക്കാറില്ല. അതായത് എനിക്ക് അവൈലബിളായിട്ട് കിട്ടാനുള്ളത് ആട്ടുംകാട്ടമാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ പൊതുവേ ഈ ഫംഗസ് അങ്ങനെയുള്ള ഇതിനൊക്കെ കുറച്ച് കുറവ് കിട്ടും ചാണകത്തിനേക്കാൾ. പിന്നെ ചെടി വളരാനും നല്ലത് ആട്ടുംകാട്ടം തന്നെയാണ്. ചെടി നനയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ പൊതുവെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു രാവിലെ 1 മണിക്കൂർ നടത്തം കഴിഞ്ഞ് വന്ന് ഒരു 7 മണിയാകുമ്പോൾ ചെടി നനയ്ക്കാൻ തുടങ്ങും. ഒരു 2 മണിക്കൂർ കൊണ്ട് രാവിലത്തെ എൻ്റെ നന കഴിയും. ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഏകദേശം 20 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ എനിക്ക് ധാരാളം സമയമുണ്ട്. ഇപ്പോൾ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കാരണം ചെടികളെ ചെയ്യുന്നത് സമയത്തിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെടികളെ സംബന്ധിച്ചോളം പുതിയ ചെടി എവിടെ ഉണ്ടോ അത് സംഘടിപ്പിക്കൽ, അത് കൊണ്ടുവരിക, അതിനെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മെയിനായിട്ട്. അപ്പോൾ അതിൽ പുതിയ ചെടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ കോസ്റ്റ് ഞാൻ നോക്കാറില്ല. ചെടിയുടെ ഭംഗി അത് റെയർ ആണെന്നുള്ളതെന്ന് വെച്ചാൽ അത് എവിടെ കണ്ടാലും വാങ്ങിക്കും. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ടേ, താങ്കൾ ഇത്രയും ചെടി പോയിട്ട് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോഴും എൻ്റെ ധാരണ നാളെ വെളുത്തു കഴിഞ്ഞാൽ ചെടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെ ചെല്ലും, ഏതെങ്കിലും ചെടിക്ക് പെശകുണ്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെടികളായിട്ടും ഞാൻ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ചെടികളോടൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നോട് റിപ്ലൈ പറയേണ്ടത് എനിക്ക് മാത്രമേ കേൾക്കുള്ളൂ എന്ന് മാത്രം. അത് വൈകിട്ട് ഞാൻ സാധാരണ ഒരു 10 മണിക്ക് കിടന്നാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് നാളെ നേരെ എപ്പം വെളുക്കുന്നതാണ്. കാരണം വെച്ചാൽ ഈ ചെടികൾ നേരം വെളുത്തു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം വന്ന് ഓരോ ചെടികളും ഞാൻ വാച്ച് ചെയ്യും, എങ്ങനെയുണ്ടോ കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ചെടിക്ക് പെശകുണ്ടോ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് കൊച്ചു വർത്താനം പറഞ്ഞു ഒരു 10 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ തരാം, പേടിക്കേണ്ട
എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിൻ്റെ അടുത്ത് പോയി നോക്കി രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. അതൊരു 9 മണി വരെ അത് ഫുള്ള് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഐ ആം ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ. എന്നിട്ടേ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. മാത്രമല്ല ഇതുണ്ട്, ഓരോ ചെടിയുടെ അടുത്ത് പോയി നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപാര നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണതാണ്. നമ്മളെങ്ങനെ ആഹാരം കഴിക്കണോ അതേമാതിരി എല്ലാ ചെടികളും കൃത്യമായിട്ട് നമ്മൾ വളം കൊടുക്കണം. വളം അതായത് ഓരോ ചെടിക്കും പ്രത്യേകതയുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. ചില ചെടിക്ക് വളരെ വെള്ളം കുറവ് മതി, അപ്പോൾ അതിന് വെള്ളം കുറച്ച് കൊടുക്കുക. ചിലതിന് വളരെ കൂടുതൽ വെള്ളം വേണം, അപ്പോൾ അതിന് കൂടുതൽ വെള്ളം ഒഴിക്കും. പിന്നെ പദവേ തന്നെ നമ്മളിതെല്ലാം ഈ നനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ചിലപ്പം ഈ നനയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഒരെണ്ണത്തിന് നന വിട്ടുപോകും. അപ്പോൾ ഒരു 11 മണിയാകുമ്പം അവർ തളർന്നിരിക്കും. അപ്പോൾ വീണ്ടും അതിന് കുറച്ച് വെള്ളം കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ചെടിയെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഒരു കൊച്ചു ചെറുപ്പത്തിൽ ഒരു 6 വയസ്സ് മുതൽ എനിക്ക് എൻ്റെ ഒരു ബ്രദറുണ്ടായിരുന്നു, ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരാണ് ചേട്ടനാണ് എന്നെ ചെടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു 6 വയസ്സ് മുതൽ എനിക്ക് ചെടിയോട് ഭയങ്കര താല്പര്യമാണ്. അന്ന് ഇപ്പോൾ ഈ മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞ ചെടിയൊക്കെ ഞങ്ങൾ എവിടെ കിട്ടാണ്ടെങ്കിൽ കൊടുന്ന് വെച്ച് അതിനൊക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും. അതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് വേറെ ചെടികളൊക്കെ വന്നത്. പക്ഷേ അപ്പോൾ അന്ന് ചെടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവൻ്റെ ഒരു ഭാഗമാണത്. പൊതുവെ ഇവിടെ പല ആളുകളും ചെടി കാണാനായിട്ട് വരെ ഇപ്പോൾ സ്വാഭാവികമാണ്, മിക്കവാറും എല്ലാ ദിവസങ്ങളും ആളുകൾ വരാറുണ്ട്. വന്ന ഉടനെ അവർ ആദ്യം എന്നോട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സാറിൻ്റെ ചെടിയൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്കൊരു കുഴപ്പം എന്താ വെച്ചാൽ സമയമില്ല. അപ്പോൾ അതിലെനിക്ക് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നവർ എനിക്ക് ആകെ പറയാനില്ലാത്തത്, സമയമില്ല എന്നുള്ളൊരു വാക്ക് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സമയം നമ്മൾ ഉണ്ടാക്കണതാണ്. കാരണം എന്താ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ അപ്പോൾ പറയും ജോലിക്ക് പോകേണ്ട സാറേ, വരുമ്പോൾ മണി 5 ആകുന്നു. 5 മണി ആയിക്കോട്ടെ, വന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു ദിവസം ഈ ചെടിക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അതായത് അരമണിക്കൂർ എന്നുള്ളത് 8ഉം 10ഉം മണിക്കൂർ മൊബൈലിന് മാത്രം ചിലവാക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ അവരും കുറ്റം പറയാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവമാണ്. ചിലവർക്ക് മൊബൈൽ, ചിലവർക്ക് പുസ്തകം, ചിലവർക്ക് ചെടി, ചിലവർക്ക് സ്മോൾ അടിക്കൽ. അതൊന്നും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആളുകളെ കുറ്റം പറയേണ്ട കാര്യമില്ല. ചെടികൾ കാണാൻ വരുന്ന ആളുകൾ പൊതുവെ ഇത് കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കാണുന്ന ഒരു തൃപ്തി, അത് നമുക്ക് കാണുമ്പോഴാണ് പൊതുവെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്.